കത്തെഴുതുന്നതും അതിന് മറുപടി ലഭിക്കുന്നതും ഒന്നും പുതുമയുള്ള കാര്യമല്ല. എന്നാൽ സ്വർഗത്തിലേക്ക് ഒരു കത്ത്, അതും ഒരു മകൾ അച്ഛൻ എഴുതുന്നത്, അതിലൊരു പുതുമയുണ്ട്. കോഴിക്കോട് ബാലുശ്ശേരി പനങ്ങാട് AUP സ്കൂളിലെ 7ാം ക്ലാസ്സുകാരി ശ്രീനന്ദയാണ് തങ്ങളെ വിട്ടുപോയ അച്ഛന് സ്വർഗത്തിലേക്ക് കത്തെഴുതിയത്. കത്തിന് അച്ഛൻ്റെ മറുപടി കൂടി വന്നതോടെ വലിയ സന്തോഷത്തിലാണ് ശ്രീനന്ദ. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും കത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. സ്വർഗത്തിലേക്കുള്ള കത്ത്. എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്, അച്ഛൻ സ്വർഗത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്കുള്ള കത്താണിത്. അച്ഛൻ ഇപ്പോൾ സുഖമാണോ? അച്ഛനെ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്നാണ് അച്ഛൻ തിരികെ വരിക? ആ ദിവസത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും. ശ്രീനന്ദ സ്വർഗത്തിലേക്ക് അച്ഛൻ എഴുതിയ കത്ത് കണ്ണുകൾ നിറയാതെ ആർക്കും വായിച്ചു തീർക്കാനാകില്ല. അച്ഛനെ സ്നേഹിച്ച് കൊതി തീരാത്ത ഒരു മകളുടെ വേദനയാണ് കത്തിലെ ഓരോ വരികളും. സ്കൂളിൽ കത്തെഴുതൽ എന്ന് പറഞ്ഞൊരു മത്സരം ഉണ്ടായിരുന്നു. അപ്പം അത് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന അച്ഛനെയാണ്. അപ്പം അങ്ങോട്ടൊരു കത്ത് എഴുതാമെന്ന് വിചാരിച്ചു. അപ്പം ഹെഡിങ് സ്വർഗത്തിലേക്കുള്ള ഒരു കത്ത് കൊടുത്തു. പിന്നെ സ്കൂളിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊന്നാകുമെന്ന്. കത്ത് വായിച്ചു തീർത്ത ബാലുശ്ശേരി പനങ്ങാട് നോർത്ത് AUP സ്കൂളിലെ അധ്യാപകർക്ക് അതിനെങ്ങനെ മാർക്കിടണമെന്ന് അറിയില്ലായിരുന്നു. സത്യത്തിൽ ആ കത്ത് പൊട്ടിച്ച് വായിച്ചപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിൽ നിന്നാണ് സത്യത്തിൽ ആ ഒരു കത്ത് എഴുതിയത്. ഈ കത്ത് അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ അതിന് മറുപടി എങ്ങനെയായിരിക്കും എന്നുള്ളത് അന്ന് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി AI-ൽ ആ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ട് ആ അച്ഛൻ കുട്ടിക്ക് മറുപടി ആയിട്ട് കൊടുക്കുന്ന അത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കത്ത് വായിച്ചു പോണേ, നന്നായി പഠിക്കണേ. കത്തിന് അച്ഛൻ്റെ മറുപടി കൂടി വന്നതോടെ എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണ് ശ്രീനന്ദ. കത്തിൻ്റെ മറുപടി ആയിട്ട് പറഞ്ഞതുപോലെ തോന്നി. നല്ല സന്തോഷം തോന്നി. റെഡിക്കും കണ്ട പോലെയൊക്കെ തോന്നി. കത്ത് കേട്ട് റെഡിക്കും മറുപടിയൊക്കെ തന്നതിൻ്റെ വിട്ട് അങ്ങനെ ഒക്കെ പറഞ്ഞ് മാഷ് പറഞ്ഞതായിട്ട് തോന്നിയില്ല, അച്ഛൻ പറഞ്ഞതായിട്ടാണ് തോന്നിയത്. ശ്രീമോളോടൊപ്പം അച്ഛൻ എന്നും വഴികാട്ടിയായി ഒപ്പം ഉണ്ടാകുമെന്ന കുറിപ്പോടെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും കത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം ബൈക്ക് അപകടത്തിലാണ് ശ്രീനന്ദയ്ക്ക് അച്ഛനെ നഷ്ടമായത്. ആ വിയോഗത്തിൽ നിന്നും ഇപ്പോഴും കരകയറാൻ അമ്മയ്ക്കും 2 പെൺമക്കൾക്കും ആയിട്ടില്ല. ക്യാമറാമാൻ മനോജ് പെരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.